ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് OnePlus 13 എടുക്കണോ അതുപോലെ തന്നെ IQ 13 എടുക്കണോ എന്നാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടിരിക്കും, കുറച്ച് ദിവസം അല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് 1 month ആവാറായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ OnePlus 13 എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രൈമറി ഡിവൈസ് എന്ന് പറയുന്നത് സാംസങ്ങും അതുപോലെ തന്നെ ഐഫോൺസും ആണ്. ഞാൻ ഓൾറെഡി പറയാറുണ്ട്. ബാക്കി എല്ലാ ഫോൺസുകളും ഞാൻ അങ്ങനെ മാറ്റി നമ്മൾ വീഡിയോ പർപ്പസിനായിട്ടും അങ്ങനെ മാറ്റി എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് അത് പിന്നെ സെയിൽ ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ തന്നെയാണ് പിക്സലും അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് മുമ്പ് കണ്ടായി എന്താ പറയുക, ഇതിന് മുമ്പ് തന്നെ എടുത്തിട്ടുണ്ടാകുന്ന ഫോണുകളൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് മാറ്റി റോൾ ചെയ്തല്ല അങ്ങനെ ഉപയോഗിക്കും. പിന്നെ ഞാൻ അങ്ങനെ സെക്കൻഡറി വിൽക്കും. ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫോണും ഇതുപോലെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മാക്സിമം എൻ്റെ ഫ്രണ്ടിന് ഒരു ഷോപ്പും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സാധനം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് നോർമലി ഉപയോഗിച്ച് നോക്കിയിട്ടും അതുപോലെ തന്നെ കമ്പയർ ചെയ്ത് നോക്കിയാണ് നോർമലി വീഡിയോ കാര്യം. അപ്പോൾ OnePlus 13 ഓൾറെഡി ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഒരു 1 month ആവാറായിരിക്കുന്നു ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ IQ 13 നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 15,000 പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് ആദ്യം മെയിനായിട്ട് വരുന്ന ഒരു ഡിഫറൻസ് വരുന്നത്. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെക്സ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 88 പ്രൊസസ്സറാണ് രണ്ടിലും വരുന്നത്. നമുക്ക് IQ-ലാവുമ്പോൾ നമുക്കൊരു പെർഫോമൻസ് കൂട്ടാൻ അല്ലെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് കൂട്ടാനായിട്ട് Q2 ചിപ്പ് വേറെ എക്സ്ട്രാ ചിപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, IQ എന്ന് പറഞ്ഞ ഒരു ഗെയിമിംഗ് ബ്രാൻഡാണ്. നമ്മുടെ വിവോൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. അവർ ഗെയിമിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഫോൺ ബ്രാൻഡ് ആക്കിയതാണ് IQ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയേണ്ടായിരിക്കും. അത് നമ്മൾ ഒരു ക്യാമറ പെർഫോമൻസിനായിട്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ IQ ഒരു മെയിനായിട്ട് ആരും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ അത് IQ 13 ക്യാമറ പെർഫോമൻസിൽ മോശമെന്നല്ല പറയുന്നത്. OnePlus 13 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ട് പിന്നിൽ തന്നെയാണ് കേട്ടോ, അത് വേറെ കാര്യം. OnePlus 13 തന്നെ നമ്മുടെ സ്ലൈറ്റ് ടോപ്പ് ക്യാമറ പെർഫോമൻസ് ഒന്നല്ല തരുന്നത്. പ്രത്യേകിച്ച് അതിൽ അത്യാവശ്യം ക്യാമറയിൽ അത്യാവശ്യം ബഗ്ഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓവറോൾ എന്താ പറയുക, ഒരു ക്യാമറ സെൻട്രിക് ഫോൺ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാം OnePlus 13 തന്നെയാണ്. പക്ഷേ ആ പ്രൈസ് ഡിഫറൻസ് വരും. അതെന്തായാലും അതുകൊണ്ടാണ് മെയിൻലി എന്താ പറയുക. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഡിഫറൻസ് മെയിനായിട്ട് നോട്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിലാണ്. Oxygen OS 15 അയിലത്ത് പോലും വരില്ല കേട്ടോ ഫൺ ടച്ച് OS. വിവോൻ്റെ ആയാലും IQ-ൻ്റെ ആയാലും സെയിം ആണ്. അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ വിവോ 200 ആണ്. അപ്പോൾ ആൾ X80 Pro ആയിരുന്നു, അത് മാറ്റിയിട്ട് വിവോ X200 Proയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു മെയിനായിട്ട് വിവോയുടെ ഇഷ്ടപ്പെടാത്തൊരു പരിപാടിയാണ് ഇവരുടെ എന്താ പറയുക OS എന്ന് പറയാൻ പറ്റില്ല, അവരുടെ എന്താ പറയുക സ്കിന്ന് എന്ന് വെച്ചാൽ നിറച്ച് ആഡ്സും കുറേ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ബ്ലോട്ട് വൈസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി OnePlus 13 തന്നെ അതൊരു ആപ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പോലെ തന്നെ അതെ എല്ലാവരും സെയിം കമ്പനി തന്നെയാണല്ലോ. BBK ഇലക്ട്രോണിക്സ് അണ്ടറിൽ വരുന്ന എല്ലാം ഈ ബ്രാൻഡുകളൊക്കെ. അപ്പോൾ OnePlusന് നോർമലി ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഈ 13 സീരീസിലോട്ട് അവർ ആ പണ്ടാരം ഒരു ആപ്പ് ഇറക്കി. പക്ഷെ അത് ഡിസേബിൾ ചെയ്യാം, അതൊന്നും ഒരു ഉപയോഗമുണ്ട്. ഒരെണ്ണുള്ളൂ, പക്ഷെ മറ്റേൽ കുറവുണ്ട്, അത് വേറെ കാര്യം. ഇവരുടെ മറ്റവരുടെ ബ്രൗസറടക്കം ഇതുപോലെ ആഡ്സും സംഭവമൊക്കെ വരുന്ന സംഭവമാണ്. OnePlusൻ്റെ ബ്രൗസറിൽ അങ്ങനെ ഇഷ്യൂസ് വേറൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് OnePlusൻ്റെ വാറണ്ടിയാണ്. നമുക്കറിയാം ഇപ്പോൾ എല്ലാ മെലഡി ഡിസ്പ്ലേക്കും നമുക്ക് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. OnePlus 13 സീരീസിൽ 13 ആയിക്കോട്ടെ 13R ആയിക്കോട്ടെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ വാറണ്ടിയാണ് വരുന്നത് നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂന്. അതൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ നോർമലി ഇപ്പോൾ എന്ന് വെച്ചാൽ 1 year കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് വേണം അപ്ഡേറ്റ് ചെയ്യാനും അത് കൊണ്ടു നടക്കാനും. എന്ന് വെച്ചാൽ അമ്മാരി ഇഷ്യൂസാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബ്രാൻഡും ഏത് ഫോൺ ബ്രാൻഡ് ആയിക്കോട്ടെ അതിൽ നമ്മുടെ OLED ഡിസ്പ്ലേ ഉണ്ടോ അത് പേടിച്ച് തന്നെ ചെയ്യേണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് ഷോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നാലും ഈ ഗ്രീൻ ലൈൻ അതുപോലെ ഡിസ്പ്ലേ ഇഷ്യൂസ് വരാം. പക്ഷേ ഇത് വരുന്നത് ഫുൾ അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഫുള്ളി സോൾവ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അത് ഒരു OnePlusൻ്റെ ഒരു ഹൈ എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇത്രയും പ്രത്യേകിച്ച് 50,000 60,000 രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മൾ മിനിമം 2 കൊല്ലെങ്കിലും ഉപയോഗിക്കുന്നില്ല. ഇത് 1 year ആകുമ്പോഴേക്കും പേടിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന സ്ഥിതിയാണെന്ന് പറഞ്ഞാൽ പിന്നെ എത്ര കൊല്ലം അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ OnePlus സോൾവ് ചെയ്തിട്ടുണ്ട്. അതിന് IQ-ന് ആ ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. അതാണ് മെയിൻ പ്രശ്നം. പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, IQ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 55,000 രൂപയ്ക്ക് കിട്ടും. ഇതാകുമ്പോൾ നമുക്കൊരു 69,000 രൂപ വരും. അപ്പോൾ ഓൾമോസ്റ്റ് 15,000 ഡിഫറൻസ് വരുന്നുണ്ട്. വിത്തൗട്ട് ഓഫറാണ്. അതാണ് ആ പ്രൈസ് ഡിഫറൻസിലാണ് ആക്ച്വലി ക്യാമറ പെർഫോമൻസ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് കിട്ടുന്നത് OnePlusൻ്റെ. അത് മാത്രമാണ് പിന്നെ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി കിട്ടുന്നുണ്ട്. നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ബെറ്റർ ആണ്. അതൊക്കെയാണ് മെയിനായി നമുക്ക് ഈ 15,000 രൂപയ്ക്ക് കിട്ടുന്നത്. ശരിക്കും അത് വേർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15,000 രൂപയ്ക്കുള്ള വേർത്ത് ആ ഒരു ഇതിൽ വരുന്നില്ലെങ്കിലും പക്ഷേ ഒരു ഓവറോൾ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഓവറോൾ ക്യാമറ ഫോൺ എന്ന് പറയുമ്പോൾ ഓവറോൾ ഒരു
എന്താ പറയുക, ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ എന്നൊക്കെ പറയുമ്പോൾ OnePlus 13 ശരിക്കും ആഡ് ചെയ്യേണ്ടി വരും. ഒരു ഓവറോൾ പെർഫോമൻസ് ഫോൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് IQ 13 ഇടാം. പ്രത്യേകിച്ച് ഗെയിമിങ്ങിനൊക്കെ എടുക്കുകയാണെങ്കിൽ കണ്ണും പൊട്ടിയെടുക്കാൻ ഈ സാധനം ഒരു പ്രശ്നമില്ല. ബാറ്ററിക്ക് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. നമുക്ക് IQവിൽ ഡിസ്പ്ലേക്ക് 144 Hz കിട്ടുന്നത്, മറ്റേ നമുക്ക് 120 കിട്ടുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, ഫുൾ ക്യാമറ ഒരു ഗെയിമിംഗ് സെൻട്രിക് പെർഫോമൻസ് ഫോണായിട്ടാണ് IQ ഇറക്കിക്കുന്നത്. അത് ബ്രാൻഡ് തന്നെ അങ്ങനെയാണ്. അത് പറഞ്ഞാൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് പൊട്ടയായിട്ടല്ല. ഇനിയിപ്പോൾ IQവിൻ്റെ ഫാൻസോ അല്ലെങ്കിൽ IQ യൂസ് ചെയ്യുന്നവരോ വന്ന് കമൻറ്റ് ചെയ്യേണ്ട പൊട്ടയെന്ന് പറഞ്ഞിട്ട്, പൊട്ടയെന്നല്ല നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബ്രാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫുള്ളി ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക യൂസേജ് പ്ലസ് ബഡ്ജറ്റാണ്. നിങ്ങളൊരു 55,000 രൂപ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ IQ 13 തന്നെയാണ്. ഒരു 55,000 മുകളിൽ ഒരു 60-65 കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ OnePlus തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ ലൈഫ് ടൈം ഒരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ OnePlus 13 സീരീസ് എന്തുകൊണ്ടും ബെറ്ററാണ്. അത് ഏത് ഫോൺ ആയിക്കോട്ടെ, ബാക്കി ഏത് ഫോൺ എടുക്കുന്നതിലും എന്തുകൊണ്ടും ബെറ്ററാണ് OnePlus 13 സീരീസ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കതിന് ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം വാറണ്ടി ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. അതൊരു മെയിൻ സംഭവം തന്നെയാണ്. എല്ലാ ബ്രാൻഡും കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് 2 കൊല്ലെങ്കിലും വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആപ്പിളും സാംസങ്ങൊക്കെ അവർ വാറണ്ടി എക്സ്റ്റൻഷൻ പ്ലാനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സാംസങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നു, സാംസങ് കെയർ പ്ലസ് ആയിട്ട്. അതിന് ഒരു കൊല്ലത്തേക്ക് എക്സ്ട്രാ വാറണ്ടിക്ക് നമുക്ക് ഒരു 6,000 രൂപ വന്നു. അത് ഫ്രീ ശരിക്കും കമ്പനി കൊടുക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാറണ്ടി എക്സ്റ്റൻഷൻ ഒരു കമ്പനിക്ക് ഞാൻ എല്ലാ ബ്രാൻഡും ഉപയോഗിച്ചിട്ടുണ്ട് ഇതുവരെയായിട്ട്. പക്ഷേ ഇതുവരെയായിട്ടാണ് ആദ്യം ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുന്നത്. എന്ന് വെച്ചാൽ പേടിച്ചിട്ട് ഞാൻ ആപ്പിളിൻ്റെ ഐഫോൺ എടുത്തിട്ടില്ല. എൻ്റെ 2 എൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഐഫോണിൻ്റെ ഞാൻ മിക്കവാറും എടുക്കില്ല. എന്ന് വെച്ചാൽ മിക്കതും ഞാനത് സെൽ ഔട്ട് ചെയ്യും. ഞാൻ വേറെ സംതിങ് വിവോയുടെ X200 Pro എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾഡ് എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി OnePlus Open 1 ഓർഡർ ചെയ്താണ്. പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്യുന്ന വെച്ചാൽ OnePlus Open 2 ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കൊണ്ട് കേട്ടപ്പോൾ പിന്നെ ഞാൻ മറ്റേ എന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്തു. ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് 1,00,000 രൂപയ്ക്ക് OnePlus Open കിട്ടുന്നുണ്ടായിരുന്നു. അതിന് പക്ഷേ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറ പ്രോബ്ലം ഉണ്ടായിരുന്നു, IP റേറ്റിംഗ് പ്രോബ്ലം ഉണ്ട്, IP അല്ല X4 റേറ്റിംഗിന് പ്രോബ്ലം ഉണ്ട്. പിന്നെ അത് വേണ്ട വെച്ചിട്ട് പിന്നെ എന്തായാലും അപ്ലിക്കുന്നതാണ് Open 2ൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു ക്യാൻസൽ ചെയ്തു. പിന്നെ അത് ഭയങ്കര ലേറ്റായി ഡെലിവറി. പിന്നെ ശരിക്കും ആക്ച്വലി ഫോൾഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ വിവോൻ്റെ ഫോണാണ് കേട്ടോ. എന്ന് വെച്ചാൽ അത് ഒരു രക്ഷയില്ലാത്ത ഫോൺ. ഫോൾഡ് 3 എന്നൊരു സാധനം. ക്യാമറ പെർഫോമൻസ് ഒക്കെ കിട്ടില്ല എന്നാണ്. 1,50,000 രൂപ വരുന്നുണ്ട്, അതാണ് പ്രോബ്ലം. ഒരു ഫോൺ 1,50,000 രൂപ, 1,00,000 മുകളിൽ നിന്ന് വാങ്ങിക്കാൻ തന്നെ എനിക്ക്, നമ്മൾ ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്, അതുകൊണ്ട് നമുക്ക് വാല്യൂ ഫോർ മണി നോക്കണമല്ലോ. എന്താ പറയുക, ഒരു ഫോൺ 1,50,000 രൂപയ്ക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞു. 1,00,000 മുകളിൽ ഫോൺ വാങ്ങിക്കാൻ തന്നെ മണ്ടത്തരാണ്. ഞാനതുകൊണ്ടാണ് എൻ്റെ സാംസങ് S23 Ultra ഉണ്ട്, S24 എന്നല്ല. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് കുറഞ്ഞപ്പോൾ വാങ്ങിച്ചത്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 65-67 രൂപയ്ക്കാണ് ആഫ്റ്റർ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഞാൻ ഐഫോൺ എടുക്കുമ്പോഴും ഞാൻ നോർമൽ സീരീസ് എടുക്കാറ്, പ്രോ സീരീസ് എടുക്കാറില്ല. തനി വേസ്റ്റ് പരിപാടി സാധനമാണ്, വെറുതെ കാശ് കൊണ്ട് കളയാൻ. ഒന്നാമതേ ആൾക്കാർ ആ ലോഗോൻ്റെ പിന്നാലെ ബോധമില്ലാണ്ട് പോയിട്ട് ഉമ്മാർക്ക് കുറേ കാശ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 10 പൈസക്ക് ഗുണമില്ല, വെറുതെ ആൾക്കാരെ കാണിക്കാൻ, ആ ലോഗോ കാണിക്കാൻ വേണ്ടിയാണ് ഒരു 80-85% ആൾക്കാർ എടുക്കുന്നത്. പണ്ടത്തെ എന്ന് വെച്ചാൽ ഈ ബിസിനസ് പീപ്പിളും സംഭവിക്കുന്ന നോർമൽ ഐഫോൺ എടുക്കാറ്. ഇപ്പോൾ അവരൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഫോൾഡ് ഫോൺ എടുക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്കറിയാം ഈ സാധനം എല്ലാ ലോക്കൽ ആൾക്കാരായാലും ഐഫോണാണ്. അപ്പോൾ അതിൻ്റെ വിലയൊക്കെ പോയി. ഇപ്പോൾ എല്ലാവരും കാശുള്ളവരും അതുപോലെ തന്നെ എന്താ പറയുക ബിസിനസ് പീപ്പിൾസും ഷോ ഓഫ് കാണിക്കാനുള്ള ആൾക്കാരൊക്കെ, ശരിക്കും കാണിക്കാനുള്ള ആൾക്കാരൊക്കെ ഫോൾഡ് സീരീസ് എടുക്കുന്നത്. ഇപ്പോൾ സാംസങ് ഫോൾഡ് ആയിക്കോട്ടെ, വിവോ ഫോൾഡ് ആയിക്കോട്ടെ, ഗൂഗിൾ പിക്സലിൻ്റെ ഫോൾഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും 1,30,000 മുകളിൽ മിനിമം വില കൂടുതൽ മുകളിൽ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ പ്രീമിയം സെക്ടറിലെ ഫോൺ. അപ്പോൾ ഐഫോണൊന്നുമല്ല. ഐഫോണിൻ്റെ ഇപ്പോൾ റീസെയിൽ വലിയ അടക്കമില്ല. ഞാൻ എൻ്റെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഐഫോൺ വാങ്ങിച്ച സമയത്ത് ഞാൻ ഇവരുടെ എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, സാംസങ് വാച്ച് Ultra 2 ഉപയോഗിക്കുന്നുണ്ട് വാച്ച്. ബാക്കിയെല്ലാം ഞാൻ കൊടുത്തു. ഞാൻ ടാബ് കൊടുത്തു, മാക്ബുക്ക് കൊടുത്തു, പിന്നെ ഞാൻ ആപ്പിൾ TV ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ 3 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ ഇഷ്ടപ്പെട്ടത് Ultra സീരീസ് വാച്ചാണ്. എന്താ വെച്ചാൽ അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്നുണ്ട്, വലുതാണ്. ഇതിന് മുമ്പ് ഞാൻ SC2 ഒന്നും ഉപയോഗിക്കുന്നുണ്ടോ, ഞാൻ കൊടുത്തു, എനിക്ക് തീരെ ഇഷ്ടമുണ്ടാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഐഫോൺ ഉള്ളോട്ടാ. എന്ന് വെച്ചാൽ ഞാൻ മിക്കതും ഐഫോണും തട്ടുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ പർപ്പസിന് ഒരു ഐഫോൺ വേണം. എന്താ വെച്ചാൽ നമുക്കിതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ആൾഡൗൺ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐഫോൺ ഹോൾഡ് ചെയ്യുന്നത്. കുറേ പേര് ചോദിക്കും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഐഫോൺ ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ഐഫോൺ വേണേ, അതുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. അതിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്ഗ്രേഡ് പോലും ചെയ്യാത്തത്. 16 ഇറങ്ങിയപ്പോൾ 16 ആക്കാത്തത് കൊണ്ടാണ്. ഒന്നാമത് ഞാൻ 15 എടുത്തിട്ട് 15 സീരീസ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു 6 മാസം 7 മാസം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് വളരെ കണ്ടുവെക്കാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഫ്രണ്ട്സിലേക്ക് നമ്മളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ്.
നമ്മുടെ 3ാമത്തെ ചാനലാണത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, മനസ്സിലാക്കാൻ നമുക്കൊന്ന് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ടെക്കിലും ഫൈനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ്. നമുക്ക് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ കാണണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ പേജ് ഫോളോ അടിക്കാനും മറക്കണ്ട, കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട, താഴെ കൊടുത്തിട്ടില്ല. അടുത്തില്ലാണോ? ബൈ.